ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, കർത്താവിന് നന്ദി പറയാനുള്ള ഒരു ജീവിതമാണ് നമ്മുടെ ജീവിതം. പാപികളായ നമ്മളെ തന്റെ കുരിശുമരണത്തിലൂടെ രക്ഷിച്ച ഈശോയുടെ മുൻപിൽ നന്ദി പറഞ്ഞും ആരാധന അർപ്പിച്ചും ഒക്കെ ഞാനും നീയും ചേർന്നിരിക്കേണ്ട സമയം. പ്രിയപ്പെട്ടവരെ, ഈ ഇന്നേ ദിവസത്തില് പ്രഭാഷകന്റെ പുസ്തകം 39 അധ്യായമാണ് ഇന്നലെ നമ്മൾ ചിന്തിച്ചത്. അതിന്റെ ബാക്കി ഭാഗങ്ങളെ കുറിച്ചുകൂടി ഒന്ന് ചിന്തിക്കാനായിട്ട് എനിക്കിഷ്ടമുണ്ട്. സൃഷ്ടാവായ ദൈവത്തിന് സ്തുതി 12 മുതലുള്ള വചനങ്ങളാണ്. അവിടെ പ്രഭാഷകൻ ഇങ്ങനെ പറയുകയാണ്, സുചിന്തിതമായ കാര്യങ്ങൾ എനിക്ക് ഇനിയും പറയാനുണ്ട്. അത് ഏറ്റവും നല്ല കുറെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. പൂർണ്ണ ചന്ദ്രനെ പോലെ ഞാൻ പൂരിതനാണ്. പൂർണ്ണ ചന്ദ്രനെ പോലെ ഞാൻ പൂരിതനാണ്. നമുക്കറിയാം, നീതി സൂര്യനായ പൂർണ്ണചന്ദ്രനായ നമ്മുടെ ഈശോ, എല്ലാ പൂർണ്ണതയുള്ള കർത്താവ്. പ്രഭാഷകൻ മത്തായി 5:18 വചനം പറയും, നിങ്ങളുടെ സ്വർഗപിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. സ്വർഗത്തിന്റെ പ്രത്യേകതയാണ്, ദൈവത്തിന്റെ പ്രത്യേകതയാണ് പൂർണ്ണത എന്നുള്ളത്. മനുഷ്യരായ എനിക്കും നിങ്ങൾക്കും എല്ലാം അപൂർണതകളുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തില് സ്വർഗം ചേർന്നിരിക്കുമ്പോൾ മാത്രമാണ് പൂർണ്ണതയുണ്ടാവുന്നത്. എത്രമാത്രം ഞാൻ പൂർണ്ണതയ്ക്ക് വേണ്ടി ശ്രമിച്ചാലും സ്വർഗം ചേർന്നിരിക്കുന്നില്ലെങ്കിൽ നമുക്ക് പൂർണ്ണതയുണ്ടാവില്ല. എങ്കിൽ സ്വർഗമുണ്ടെങ്കിൽ നീ എത്ര അപൂർണതയുള്ളവളാണെങ്കിലും ഉള്ളവനാണെങ്കിലും നിന്നിൽ കർത്താവിന്റെ പൂർണ്ണത നിറഞ്ഞിരിക്കും. അവിടെ 13-14 വചനങ്ങൾ ഇങ്ങനെ പറയുകയാണ്, വിശ്വസ്തരായ പുത്രന്മാരെ. ഒരു വലിയ ആഹ്വാനമാണ് സ്വർഗം പ്രഭാഷകനിലൂടെ നമുക്ക് തരികയാണ്. വിശ്വസ്തരായ പുത്രന്മാരെ, എന്റെ വാക്ക് കേട്ട് അരുവിക്കരയിലെ പനിനീർ ചെടി പോലെ മുട്ടിടുവിൻ. കുന്തിരിക്കം പോലെ സൗരഭ്യം പരത്തുകയും ലില്ലി പോലെ പൂവണിയുകയും ചെയ്യുവിൻ. ഒരു ആഹ്വാനം, ഒരു ഉപദേശം ദൈവം നമുക്ക് തരികയാണ്. നമ്മളെ ദൈവം വിളിക്കുകയാണ്, വിശ്വസ്തരായ പുത്രന്മാരെ, ദൈവത്തോട് വിശ്വസ്തതയുള്ളവരായിരിക്കാൻ ആഗ്രഹിക്കുന്നവരെ, വിശ്വസ്തത പുലർത്തുന്നവരെ എന്നൊക്കെ കർത്താവ് വിളിക്കുകയാണ്. എന്നിട്ട് പറയാണ്, എന്റെ വാക്ക് കേട്ട്, സ്വർഗത്തിന്റെ വാക്ക് കേട്ട് നീ എങ്ങനെയായി തീരണം? അരുവിക്കരയിലെ പനിനീർ ചെടി പോലെ മുട്ടിടുവിൻ. അരുവിക്കരയിൽ നിൽക്കുന്ന ചെടിക്ക് എപ്പോഴും ആവശ്യത്തിന് ജലം കിട്ടും. അതിനെപ്പോഴും ആ ഒരു ജലത്തിന്റെ ജലാംശം അതിലേക്ക് ചെല്ലും. അപ്പോൾ എന്താ, അതെപ്പോഴും ഇങ്ങനെ നല്ല തളിർത്ത് നല്ല പുഷ്ടിയോടെ നിൽക്കുകയാണ്. അപ്പോൾ അരുവിക്കരയിലെ പനിനീർ ചെടി പോലെ നീ മുട്ടിടണം. എന്നിട്ട് വീണ്ടും പറയുകയാണ്, കുന്തിരിക്കം പോലെ സൗരഭ്യം പരത്തണം. അപ്പോൾ നമുക്കറിയാം, ഒരു ചെടി പൂവിട്ട് നിൽക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അതിനെ കാണാൻ ഇഷ്ടമാണ്. അതിങ്ങനെ മൊട്ടിട്ട് റോസപ്പൂവൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വിരിഞ്ഞു വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമാണ്. ഞാനൊക്കെ ഓർക്കും, കുഞ്ഞായിരുന്നപ്പം മമ്മി ഇത് നിന്റെ ഭാഗം, നിനക്ക് റോസ നടാൻ, അത് നിന്റെ ഭാഗം, നിനക്ക് ചെടി, അങ്ങനെ പിള്ളേർക്ക് വീതിച്ചു തരും. അപ്പൊ നമ്മുടെ റോസയില് ഒരു പൂ ഉണ്ടാകും, ഒരു മൊട്ട് ഉണ്ടാകുമ്പോൾ തൊട്ട് പോയി നോക്കിയിരിക്കുക. അപ്പോൾ ഈ മൊട്ട് വിരിഞ്ഞ് ഇങ്ങനെ വരുമ്പോ മൊത്തം വിരിയാതെ ഒരു വിരിഞ്ഞു വരുന്ന ആ പൂ മൊട്ട് വിരിഞ്ഞു വരുന്നത് പോലെ അത് കാണാൻ കൊതിയാ. സ്വർഗം പറയാ, നീ വിശുദ്ധിയിൽ മൊട്ടിടുന്നവളായി മാറാൻ, നീ എന്നോടുള്ള സ്നേഹത്തിൽ ഇങ്ങനെ വിരിഞ്ഞു വരുന്ന ഒരു വ്യക്തി, അരുവിക്കരയിലെ എന്റെ അവിടെ ചേർന്നിരിക്കുന്ന, എന്റെ സ്നേഹം അനുഭവിക്കുന്ന, എന്നിൽ നിന്ന് കൃപ സ്വീകരിക്കുന്ന അരുവിക്കരയിലെ പനിനീർ ചെടി പോലെ നീ മൊട്ടിടണം. കുന്തിരിക്കം പോലെ നീ സൗരഭ്യം പരത്തണം. നിന്റെ ജീവിതം കുന്തിരിക്കം പോലെ സൗരഭ്യം. നമുക്കറിയാം, കുന്തിരിക്കം നമ്മുടെ വിശുദ്ധ കുർബാനയിലും ഒക്കെ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനകൾ മുകളിലേക്ക് വരുന്നു എന്നാണ്. നമ്മൾ വിശുദ്ധ കുർബാനയിൽ നമ്മൾ കുന്തിരിക്കം ഉപയോഗിക്കുമ്പോൾ, ബലിയർപ്പിക്കുമ്പോൾ ദൈവജനത്തിന്റെയും പുരോഹിതരുടെയും പ്രാർത്ഥന സ്വർഗം ധൂപാർപ്പണത്തിലൂടെ സ്വീകരിക്കുന്നതായിട്ടൊരു ഭാഗം കൂടി നമ്മുടെ സഭാ ലിറ്ററേച്ചറിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കുന്തിരിക്കം പോലെ സൗരഭ്യം പരത്തുകയാണ്. എന്നിട്ട് ലില്ലി പോലെ പൂവണിയുകയും ചെയ്യുവൻ. പ്രിയപ്പെട്ടവരെ, ലില്ലിപ്പൂക്കള് നമുക്കറിയാം കർത്താവിന്റെ സമ്മറിന്റെ ഒക്കെ ഒരു ആരംഭമാണ് ലില്ലിപ്പൂക്കൾ. അപ്പോൾ ഈ ലില്ലി പോലെ പൂവണിയണം. സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ, ഒരു ഫ്രീഡത്തിന്റെ ഒക്കെ ഒരു പ്രതീകമാണ്, വിശുദ്ധിയുടെ ഒക്കെ ഒരു പ്രതീകമാണ്. ഇപ്പൊ ദൈവം പറയാണ്, നീ എന്റെ വാക്ക് കേട്ട് നീ ഇങ്ങനെയൊക്കെ ആയിത്തീരണം. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ അടുത്ത് പിടിച്ചിട്ടിട്ട്, മോനെ നീ അത് കേൾക്കണം കേട്ടോ, നീ അത് ചെയ്യണം. നമ്മൾ പറയും, ചിലപ്പോൾ അവർ മറന്നുപോകും, അവർ ചെയ്യല. പക്ഷെ നമുക്ക് വീണ്ടും നമ്മുടെ മനസ്സിൽ ഈ ഒരു ചിന്ത, എന്തുകൊണ്ടോ കൊച്ചത് ചെയ്യാത്ത. അപ്പൊ നമ്മളിങ്ങനെ പല കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നവരാണ്, ഞാനും നിങ്ങളും ഒക്കെ.
അപ്പൊ ഇവിടെ സ്വർഗം നമ്മളോട് പറയുകയാണ്, കുന്തിരിക്കം പോലെ പൂവിടാനായിട്ട് ദൈവം നമ്മുടെ അടുത്ത് വന്നിരുന്ന് നമ്മളെ ഉപദേശിക്കുകയാണ്. നീ ഒന്ന് പൂവിട്ടെ, നീ ഒന്ന് വിടർന്നേ, നിന്റെ ജീവിതത്തിൽ ഇങ്ങനെ വിശുദ്ധിയും കൃപയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന കാണട്ടെ. നിനക്ക് സമ്പത്തുണ്ടാകുമ്പോൾ അത് സന്തോഷിക്കുന്ന എനിക്ക് കാണണം. സ്വർഗം ആരുടെയും ദുഃഖം ആഗ്രഹിക്കുന്നവനല്ല. ഒരടുത്ത വചനം പറയാണ്, സുഗന്ധം പരത്തുകയും സ്തുതിഗീതം ആലപിക്കുകയും ചെയ്യുവൻ. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദൈവികമായ സുഗന്ധങ്ങൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ ചിലപ്പോൾ ഓർക്കും, വിശുദ്ധരുടെ ശരീരത്തിൽ നിന്ന്, അഴുകാത്ത ശവശരീരങ്ങളിൽ നിന്ന്, തിരുശേഷിപ്പുകളിൽ നിന്നൊക്കെ സ്വർഗീയ സൗരഭ്യം. ചിലരൊക്കെ പറയാറുണ്ട്, പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുമ്പോൾ അവിടെ ഭയങ്കര സുഗന്ധമാണ്, സുഗന്ധ അഭിഷേകമാണ്. അത് ആ വിശുദ്ധിയിൽ നിന്ന് വരുന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു തലം കർത്താവ് കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ എല്ലാ പ്രവൃത്തികളും നിമിത്തം അവിടുത്തെ സ്തുതിക്കണം. നിന്റെ ജീവിതത്തില് കർത്താവിന്റെ എല്ലാ പ്രവൃത്തികളെ ഓർത്ത് നീ അവിടുത്തെ സ്തുതിക്കണം. വീണാനാദത്തോടും ഗാനാലാപത്തോടും സ്തുതിഗീതങ്ങളോടും കൂടി അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തണം. അവിടത്തേക്ക് നന്ദി പറയണം. എന്നിട്ട് വീണ്ടും ഇതെല്ലാം കഴിഞ്ഞ് നിന്റെ ജീവിതത്തില് ദൈവം നീ ചെയ്യേണ്ട ഏറ്റവും ഞാനും നീ ഇന്ന് ഈ കാലഘട്ടത്തിൽ ചെയ്യണമെന്ന് സ്വർഗം ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാല് ഇങ്ങനെ പറയാണ്, നിങ്ങൾ ഇങ്ങനെ പറയണം. വചനം കേട്ട് സ്വർഗത്തിന്റെ കൃപ സ്വീകരിക്കുന്ന നമ്മളെ നോക്കി കർത്താവ് പറയാണ്, നിങ്ങൾ ഇങ്ങനെ പറയണം. എല്ലാം കർത്താവിന്റെ പ്രവൃത്തിയാണ്. അതേ പ്രിയപ്പെട്ടവരെ, എല്ലാം കർത്താവിന്റെ പ്രവൃത്തിയാണ്. നമ്മൾ നമ്മുടെ ധാർഷ്ട്യം കൊണ്ടും നമ്മുടെ അഹം കൊണ്ടും നമ്മുടെ കഴിവിലൊക്കെ അങ്ങ് ആശ്രയിച്ചിട്ട് ഇത് ഞാൻ ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ ദൈവം പറയാണ്, എല്ലാം കർത്താവിന്റെ പ്രവൃത്തിയാണ്, അവയെല്ലാം അത്യുത്തമമാണ്. നീ ഇങ്ങനെ ദൈവത്ത് പറയണം. നിന്റെ മക്കളെ കുറിച്ച് നോക്കിയിട്ട് നീ പറയണം, ഇതെല്ലാം എന്റെ കർത്താവിന്റെ പ്രവൃത്തിയാണ്. നിങ്ങളുടെ ജീവിത പങ്കാളിയെ നോക്കി നിങ്ങൾ ഇതെന്റെ കർത്താവിന്റെ പ്രവൃത്തിയാണ്. ഇന്ന് അവൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, ഇന്നൊരു പക്ഷെ അവൻ വേർപിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, എല്ലാം എന്റെ കർത്താവിന്റെ പ്രവൃത്തിയാണ്, അവയെല്ലാം അത്യുത്തമമാണ്. അടുത്ത വചനമാണ്, അവിടുന്ന് കൽപ്പിക്കുന്നതൊക്കെയും അവിടുത്തെ നാമത്തിൽ നിർവഹിക്കപ്പെടും. ദൈവം കൽപ്പിക്കുന്നതൊക്കെ ദൈവത്തിന്റെ നാമത്തിൽ നിർവഹിക്കപ്പെടും. ദൈവം എന്ത് കൽപ്പിക്കുന്നു അതൊക്കെ അവിടുത്തെ നാമത്തിൽ നിർവഹിക്കപ്പെടുമെന്നാണ്. കാരണം ആ ഉൽപ്പത്തി പുസ്തകം, ആ സൃഷ്ടിയുടെ പുസ്തകത്തിൽ നമ്മൾ ആരംഭത്തിൽ വായിക്കുകയാണ്, അവിടുന്ന് കൽപ്പിച്ചു ഉണ്ടാകട്ടെ, ഉടനെ ആകാശം ഉണ്ടായി, ഉടനെ ഭൂമി ഉണ്ടായി, ജീവജാലങ്ങളെല്ലാം. ദൈവം എന്ത് കൽപ്പിക്കുന്നു അതെല്ലാം അവിടുത്തെ നാമത്തിൽ നിർവഹിക്കപ്പെടുന്നു. നിന്റെ ജീവിതത്തിലേക്ക് നോക്കി എന്തുകൊണ്ട് എന്നിങ്ങനെ ചോദിക്കാൻ ആർക്കും സാധിക്കുകയില്ല. നമ്മുടെ ജീവിതത്തിലെ ചില കാര്യങ്ങളെ നോക്കി നീ ഒരിക്കലും ഇതെന്തുകൊണ്ട് ഇങ്ങനെ ആയിരിക്കുന്നു, നമ്മൾ എപ്പോഴും ഇങ്ങനെ ചോദിക്കും. ഞാനും നീയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്നവരാണ്. സ്വർഗം പറയുകയാണ്, മക്കളെ, എല്ലാം ദൈവത്തിന്റെ പ്രവൃത്തിയാണ്, അവയെല്ലാം അത്യുത്തമമാണ്. എന്തുകൊണ്ട് എന്നിങ്ങനെ ആർക്കും ചോദിക്കാൻ സാധിക്കില്ല. യഥാകാലം എല്ലാം വെളിവാകും. അവിടുന്ന് അരുളി ചെയ്തപ്പോൾ ജലം കുന്നുകൂടി, അവിടുന്ന് കൽപ്പിച്ചപ്പോൾ ജലാശയങ്ങൾ ഉണ്ടായി. നമ്മളെ പഠിപ്പിക്കുകയാണ് വചനം. അവിടുന്ന് കൽപ്പിക്കുമ്പോൾ അവിടുത്തെ ഇഷ്ടം നിറവേറുന്നു. അവിടുത്തെ രക്ഷാകര ശക്തിയെ പരിമിതമാക്കുക ആർക്കും സാധ്യമല്ല. ഈ ഒരു വചനം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നത് നല്ലതാ. മനസ്സ് തകർന്നിരിക്കുന്നവരും ഭാരപ്പെടുന്നവരും സങ്കടപ്പെടുന്നവരും ഒക്കെ പറയണം, അവിടുത്തെ രക്ഷാകര ശക്തിയെ പരിമിതമാക്കുക ആർക്കും സാധ്യമല്ല. അവിടുത്തെ പ്രവൃത്തികൾ അവിടുന്ന് കാണുന്നു. മർത്യന്റെ പ്രവൃത്തികൾ സ്വർഗം കാണുന്നു. നമ്മൾ ഈ വചനം കേൾക്കുന്ന ബൈബിൾ എടുത്തു വെച്ച് വായിച്ചു നോക്കണം. ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയെ പരിമിതമാക്കുക ആർക്കും സാധ്യമല്ല. ഇന്ന് വലിയൊരു സങ്കടത്തിലാണോ, വലിയൊരു പരീക്ഷ എഴുതി പരാജയപ്പെട്ടിരിക്കുകയാണോ, നീ അതിലേക്ക് നിന്റെ ഈ വചനം എടുത്തു വെച്ച് കർത്താവിന്റെ രക്ഷാകര പദ്ധതിയെ പരിമിതമാക്കുക സാധ്യമല്ല. പ്രിയപ്പെട്ട വലിയ ഒരു വചനമാണത്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളും ദൈവകരങ്ങളിലോട്ട് കൊടുത്ത്, കർത്താവെ, അവിടുത്തെ ദൃഷ്ടിയിൽ നിന്ന് ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. ഈശോയെ, നിന്റെ ദൃഷ്ടിയിൽ നിന്ന് ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. ഇന്ന് നീ വേദനിക്കുന്ന ഒരു വ്യക്തിയാണോ, നീ സങ്കടപ്പെടുന്ന ഒരു വ്യക്തിയാണോ, നിന്നെ ആരും മനസ്സിലാക്കുന്നില്ലേ, നീ കർത്താവിന് മുമ്പിൽ എടുത്തു വെച്ചിട്ട് പറയണം, എന്റെ ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയെ പരിമിതമാക്കുക ആർക്കും സാധ്യമല്ല. എന്റെ ദൈവം എന്നെക്കുറിച്ച് എന്ത് പ്ലാൻ ചെയ്തിട്ടുണ്ടോ അത് കർത്താവ് നടത്തും. ഒരുപക്ഷെ ചിലരൊക്കെ പറയല്ലേ, കർത്താവ് വലിയ മെസ്സേജുകളൊക്കെ തന്നു, ഒന്നും നടന്നില്ല. ഇപ്പൊ കണ്ടോ എന്റെ ജീവിതം, അതിനേക്കാളെല്ലാം തകിടം മറിഞ്ഞു പോയി. അവിടെ നീ വിശ്വാസത്തോടെ എഴുന്നേറ്റ് വെച്ചിട്ട് നീ പറയണം, എന്റെ ദൈവത്തിന്റെ രക്ഷാകര ശക്തിയെ പരിമിതമാക്കുക സാധ്യമല്ല. അവിടുത്തെ ദൃഷ്ടിയിൽ നിന്ന് ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. അനാദി മുതൽ അനന്തത വരെ അവിടുന്ന് അവയെ കണ്ടുകൊണ്ടിരിക്കുന്നു. അവിടത്തേക്കൊന്നും വിസ്മയകരമല്ല. എന്തുകൊണ്ടെന്നിങ്ങനെ ചോദിക്കാൻ
ആർക്കും സാധിക്കുകയില്ല. പല ആവർത്തി ഒന്ന് വായിച്ചേ. അനേകം ഭാരപ്പെടുന്നവര്, ചോദ്യങ്ങൾ ചോദിക്കുന്നവര് ഇന്ന് ഈ വചനം എടുത്തു വെച്ചൊന്ന് വായിച്ചേ. അവിടത്തേക്ക് ഒന്നും വിസ്മയകരമല്ല. നമുക്ക് പലതും വിസ്മയകമാണ്, നമ്മുടെ കൺമുമ്പിൽ പലതും അത്ഭുതമാണ്, പല വിസ്മയകരമാണ്, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, നമുക്ക് ഡൈജഷൻ ഇല്ല ഈ പല കാര്യങ്ങളിലും. എന്നാൽ ഇവിടെ വചനം പറയാണ്, എന്തുകൊണ്ട് ഇങ്ങനെ ആർക്കും ചോദിക്കാൻ സാധിക്കില്ല. ഓരോന്ന് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് നിശ്ചിത ഉപയോഗത്തിനാണ്. പ്രിയപ്പെട്ട മക്കളുടെ ഈശോയുടെ ഈ വലിയ കരുണ ഇന്ന് ഈ കുരിശിന്റെ വചനധ്യാനത്തിലൂടെ ഞാനും നിങ്ങളും കടന്നു പോകുമ്പോൾ ഈശോയോട് പ്രാർത്ഥിക്കണം. കർത്താവ് എന്തുകൊണ്ട് എന്നിങ്ങനെ ചോദിക്കാൻ ആർക്കും സാധ്യമല്ല. അവിടുത്തെ രക്ഷാകര പദ്ധതിയെ പരിമിതമാക്കുക ആർക്കും സാധ്യമല്ല. എന്റെ ദൈവത്തിന് മുമ്പിൽ ഒന്നും വിസ്മയകരമല്ല. നമുക്കെല്ലാം ഒന്ന് കണ്ണുകൾ അടയ്ക്കാം. ഇന്ന് വലിയ ഭാരം, ബുദ്ധിമുട്ട്, മക്കളെ നിങ്ങളുടെ ജീവിതത്തെ ഒക്കെ ഓർത്ത് നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാം ഒന്ന് ചേർത്ത് വെച്ചിട്ട് പറഞ്ഞേ, എന്റെ ദൈവത്തിന്റെ രക്ഷാകര ശക്തിയെ പരിമിതമാക്കുക സാധ്യമല്ല. എന്റെ ദൈവത്തിന്റെ മുമ്പിൽ ഒന്നും വിസ്മയകരമല്ല. കർത്താവ് ഇടപെടണേ അപ്പ, ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ഇടപെടണേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. കർത്താവിന്റെ വലിയ ശക്തിയും കരുണയും കരുതലും എല്ലാം നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലേക്ക് ഇറങ്ങി വരാൻ ആഗ്രഹിച്ചുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ സ്തുതിക്കുന്നു, 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 ആരാധിക്കുന്നു കർത്താവെ, നന്ദി പറയുന്നു കർത്താവെ, സ്തോത്രം ചെയ്യുന്നു. ദിവ്യകാരുണ്യനാഥനെ മുട്ടിമേൽ നിന്നുകൊണ്ട് നമ്മുടെ മധ്യത്തിലേക്ക് ക്ഷണിച്ച്, ഈശോയെ കരുണയായിരിക്കണേ കർത്താവെ, കരുതലായിരിക്കണേ കർത്താവെ, കാവലായിരിക്കണമേ എന്ന് ആഗ്രഹിച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ഈശോയെ നമ്മുടെ മധ്യത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നമുക്ക് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. നമ്മളെ അനുഗ്രഹിക്കട്ടെ. കണ്ണുകളടച്ച് കരങ്ങൾ കുട്ടിപ്പിടിക്കട്ടെ. എന്റെ ഈശോയെ, എന്റെ ജീവിതത്തിലേക്ക് വരണേ ഈശോ, എന്നോട് കൂടെ നീ വരണേ കർത്താവേ, എന്നെ ഏറ്റെടുക്കണേ അപ്പാ, എന്നെ ഏറ്റെടുക്കണേ എന്റെ പൊന്നു തമ്പുരാനെ. അവിടുത്തെ പരമമായ കാരുണ്യം ഇന്ന് ഈ കൂട്ടായ്മയിൽ നിറഞ്ഞൊഴുകാൻ എല്ലാ മക്കളും കണ്ണുകളടച്ച് കരങ്ങൾ കുട്ടിപ്പിടിക്കട്ടെ. ഈശോയെ, എന്നെ സ്പർശിക്കണേ, എന്നോട് സംസാരിക്കണേ, എന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണേ. വേറെ ഒന്നും നിങ്ങൾ ചോദിക്കണ്ട കർത്താവേ, എന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണേ കർത്താവേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപ എനിക്ക് തരണേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥനെ നമ്മുടെ മധ്യത്തിലേക്ക് ക്ഷണിച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. കണ്ണുകളൊക്കെ അടച്ച് കരങ്ങൾ കുട്ടിപ്പിടിച്ച് വലിയ ഏകാഗ്രതയോടെ നിങ്ങളായിരിക്കണം. ദൈവം ഇറങ്ങി അത്ഭുതം ചെയ്യുന്ന ഒരു ദിവസമാണ്. വചന വിരുന്നിൽ ചേർന്നിരുന്നാൽ അത് ആസ്വദിക്കാൻ, എക്സ്പീരിയൻസ് ചെയ്യാൻ കൃപ തരും. അതാണ് ഇന്ന് സംഭവിക്കുക. ആഗ്രഹിച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ മൊത്തം എടുത്തു വെച്ച് ആരാധിക്കട്ടെ മക്കളെ. ഹൃദയം കൊടുത്ത് ഈ ലോക വ്യക്തിത്വങ്ങളെക്കാൾ, സന്തോഷങ്ങളെക്കാൾ എല്ലാം നമുക്ക് ഈശോയെ സ്നേഹിച്ച് ആരാധിച്ചു. എല്ലാറ്റിനും ഉപരിയായി കർത്താവിനെ സ്നേഹിക്കുകയാണ് എല്ലാ മക്കളും. ആരാധന 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 നിന്റെ മക്കളുടെ കുടുംബങ്ങളെ, നിന്റെ മക്കളുടെ വ്യക്തി ജീവിതങ്ങളെ കൃപ കൊണ്ട് നിറയ്ക്കണം ഈശോയെ. സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. ചോദിക്കും മുമ്പ് തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്ന കർത്താവേ, അവിടുന്ന് സ്വർഗത്തിൽ നിന്നുകൊണ്ട് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുന്നത് എന്റെ പൊന്നു തമ്പുരാനെ. ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ഇഷ്ടമുള്ളതൊക്കെ പ്രവർത്തിക്കുന്ന
അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. യേശുവേ, ആരാധന, 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 ആരാധന. മക്കളെ കണ്ണുകൾ അടച്ച് വിശുദ്ധ പൗലോസ് ഒന്നാം ലേഖനം 2-ാം അധ്യായം 11-12 വചനങ്ങൾ ഇപ്രകാരം എഴുതി വെച്ചിട്ടുണ്ട്. മനുഷ്യന്റെ അന്തർഗതങ്ങൾ അവന്റെ ആത്മാവല്ലാതെ മറ്റാരാണ് അറിയുക? അതുപോലെ തന്നെ ദൈവത്തിന്റെ ചിന്തകൾ ഗ്രഹിക്കുക ദൈവാത്മാവിനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. നാം സ്വീകരിച്ചിരിക്കുന്ന ലോകത്തിന്റെ ആത്മാവിനെയല്ല, പ്രത്യുത ദൈവം നമുക്കായി വർഷിക്കുന്ന ദാനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ദൈവത്തിന്റെ ആത്മാവിനെ തന്നെയാണ്. പ്രിയപ്പെട്ട മക്കളെ, കണ്ണുകളടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെക്കുന്നു. സഭയെ സ്ഥൈര്യലേവന എന്ന കുദാശയിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയ നിറവ് കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, എന്റെ ആത്മാവിനെ ജീവിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ പൊന്നു പരിശുദ്ധാത്മാവെ, എന്നെ ഉണർത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. എന്റെ ചിന്തയിലേക്ക്, എന്റെ വാക്കിലേക്ക്, എന്റെ കുടുംബത്തിലേക്ക്, നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ട ജീവിത പങ്കാളിയിലേക്ക്, ശരീരത്തിന്റെ കോശങ്ങളിലേക്കെല്ലാം ആത്മാവിന്റെ വലിയ ഉണർവ് കിട്ടാൻ എല്ലാ മക്കളും ആഗ്രഹിച്ചു പ്രാർത്ഥിക്കണം. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ്, അങ്ങയുടെ പരിശുദ്ധാത്മാവ്, എന്റെ ഉള്ളിലുള്ള അങ്ങയുടെ പരിശുദ്ധാത്മാവ് എന്നിൽ കത്തി കത്തി പടരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും നമ്മുടെ ദുർബലത, നമ്മുടെ ബലഹീനതകളെല്ലാം ഈശോയ്ക്ക് കൊടുക്കും. നിനക്ക് എന്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നു എന്ന് കർത്താവ് പറഞ്ഞിട്ട്. കർത്താവേ, നിന്റെ കൃപ എനിക്ക് വേണം, അപ്പം നിന്റെ കൃപ എനിക്ക് തരണേ. പ്രാർത്ഥിച്ച മക്കളെ, പരിശുദ്ധാത്മാവേ എന്നെ നയിക്കണേ എന്ന് പ്രാർത്ഥിക്കും നിങ്ങൾ ഓരോരുത്തരും. എന്റെ പൊന്നു പരിശുദ്ധാത്മാവെ, എന്നെ ഗൈഡ് ചെയ്യണേ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവെ, എന്നെ ഗൈഡ് ചെയ്യണേ പരിശുദ്ധാത്മാവേ. ജീവിതത്തെ മുഴുവൻ നമുക്ക് ഈശോയ്ക്ക് കൊടുക്കാം. എല്ലാവരും ഈശോയ്ക്ക് നിങ്ങളുടെ ജീവിതങ്ങളെ കൊടുക്കും. കർത്താവിന്റെ മുമ്പിൽ ഉള്ളുരുകി പ്രാർത്ഥിക്കപ്പാ, എന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണം. എന്നെ സ്മരിക്കുക. തേനിനേക്കാളും തേൻകട്ടയെ, എന്നെ സ്വന്തമാക്കുന്ന തേൻകട്ടയേക്കാളും മാധുര്യം പകരുന്നതാണെന്ന് പ്രഭാഷകൻ 24:20 വചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മക്കളെ, തേനിനേക്കാൾ മധുരമായ ദിവികാരുണ്യനാഥന്റെ വലിയ അനുഭവം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തരാൻ പോവുകയാണ്. നിങ്ങളെല്ലാം ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുക. എല്ലാ തലങ്ങളിലേക്കും ആത്മാവിന്റെ വലിയ തീ അഭിഷേകം നിറയപ്പെടുവാൻ, നിങ്ങളുടെ ജോലി മേഖലകളില്, രോഗപീഠകളുടെ മേല്, തീരുമാനങ്ങളുടെ മേല്, സങ്കടങ്ങളുടെ മേല്, കർത്താവെ ഉത്കണ്ഠകളുടെ മേല് ഈശോയെ നിന്റെ പരിശുദ്ധാത്മാവിനെ അയക്കണേ. നിന്റെ പരിശുദ്ധാത്മാവിനെ തരണേ കർത്താവെ. ആത്മാവിൽ ആരാധിക്കാനുള്ള കൃപ കർത്താവെ, ഞങ്ങളുടെ അകത്തെ വെടിയാനുള്ള കൃപ കർത്താവെ. യോഹന്നാൻ 14:26 ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കും. പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവെ, ഞങ്ങളെ പഠിപ്പിക്കണം. 2 കരങ്ങൾ നിങ്ങൾ ഈശോയുടെ പക്കലേക്ക് നീട്ടിപ്പിടിക്കും. എല്ലാ മക്കളും എവിടെ ആയിരിക്കുന്ന എല്ലാ മക്കളും 2 കരങ്ങൾ നീട്ടിപ്പിടിക്കും. ഞാൻ എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ്, യോഹന്നാൻ 14:26 മാത്രം ധരിക്കാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാൻ. എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും, നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും. സ്വർഗ്ഗത്തിന്റെ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ പഠിപ്പിക്കണേ, ജീവിതത്തിൽ ഞങ്ങളെ പഠിപ്പിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിച്ച് എല്ലാ മക്കളും സ്തുതിച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിനെ വിളിച്ച് പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, എന്റെ പൊന്നു പരിശുദ്ധാത്മാവേ, നിറയട്ടെ നിറയട്ടെ നിറയട്ടെ. അഭിഷേകം മക്കളെ, ആത്മീയമായ രോഗപീഠകളുള്ളത് തളർവാദം പിടിപെട്ടത് പോലെ മരവിച്ചിരിക്കുന്ന വ്യക്തിത്വങ്ങളിലേക്ക് ദൈവാത്മാവിന്റെ ശക്തി വ്യാപരിക്കുന്നതായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ,
ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന ആരാധന. അഭിഷേകം നിറയട്ടെ, തീ അഭിഷേകം നിറയട്ടെ, അഗ്നി അഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, എല്ലാ വൈദികരെയും പൗരോഗത്യ അധികാരത്തോട് ചേർന്ന് ഇസ്രായേൽ കൂട്ടായ്മയെ കോർഡിനേറ്റ് ചെയ്യുന്ന പ്രാർത്ഥനാ ത്യാഗങ്ങളോട് ചേർന്ന് കത്തോലിക്കാ സഭയോട് ചേർന്ന് സഭയിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപയിൽ കൂട്ടായ്മയിൽ ആവസിക്കാൻ ഓ സ്വർഗീയ കൃപയിൽ കൂട്ടായ്മയിൽ ആവസിക്കാൻ ആഗ്രഹിച്ച് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. എന്റെ പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ, സ്നേഹന്മാർ നിറഞ്ഞതുപോൽ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ, സ്നേഹന്മാർ നിറഞ്ഞതുപോൽ അഭിഷേകം ചെയ്യണമേ. നിറയണമേ നിറയണമേ, കവിയണമേ കവിഞ്ഞൊഴുകണമേ. നിറയണമേ നിറയണമേ, കവിയണമേ കവിഞ്ഞൊഴുകണമേ. പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവെ, എല്ലാ കുടുംബങ്ങളും എല്ലാ വ്യക്തികളും ഈശോയെ അവിടുത്തെ ആത്മാവിന്റെ അഭിഷേകത്തെ നിറയ്ക്കണം. കൃപ നിറയ്ക്കണം എന്റെ പരിശുദ്ധാത്മാവെ, കൃപ നിറയ്ക്കണം. ഞങ്ങളെ പഠിപ്പിക്കണം പരിശുദ്ധാത്മാവെ. ഈശോയോട് ചേർന്നിരിക്കാൻ കൃപ തരണേ പരിശുദ്ധാത്മാവെ. മാനസാന്തരങ്ങളിൽ പരിശുദ്ധാത്മാവെ. വചനം ഞാൻ പിതാവിനോട് അപേക്ഷിക്കുന്നു, എന്നേക്ക് നിങ്ങളോടുകൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടെ നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. ഓ പരിശുദ്ധാത്മാവേ, യേശുവിന്റെ വാഗ്ദാനമാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ഇറങ്ങി വരണേ പരിശുദ്ധാത്മാവേ. ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് മാറ്റം വരുത്തണേ പരിശുദ്ധാത്മാവേ. പെന്തക്കോസ്തിൻ നാളിൽ കൊടുങ്കാറ്റിൻ വേഗത്തിൽ അഗ്നിജ്വാല പോലെ വന്ന പാവനാത്മാവേ, എന്നിൽ വിശ്വസിക്കുന്ന ഈ സമൂഹത്തിൽ നീ അനുഗ്രഹമഴയായി പെയ്തിറങ്ങണേ. പെന്തക്കോസ്തിൻ നാളിൽ കൊടുങ്കാറ്റിൻ വേഗത്തിൽ അഗ്നിജ്വാല പോലെ വന്ന പാവനാത്മാവേ, എന്നിൽ വിശ്വസിക്കുന്ന ഈ സമൂഹത്തിൽ നീ അനുഗ്രഹമഴയായി പെയ്തിറങ്ങണേ. നിറയണമേ നിറയണമേ, കവിയണമേ കവിഞ്ഞൊഴുകണമേ. നിറയണമേ നിറയണമേ, കവിയണമേ കവിഞ്ഞൊഴുകണമേ. നിറയണമേ നിറയണമേ, കവിയണമേ കവിഞ്ഞൊഴുകണമേ. നിറയണമേ നിറയണമേ, കവിയണമേ കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ 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 ഞങ്ങളെ നിറയണേ പരിശുദ്ധാത്മാവേ. എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, അഭിഷേകം ചെയ്യണം എന്റെ പരിശുദ്ധാത്മാവേ. പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന 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 ആരാധന. കർത്താവിന്റെ വചനം നമ്മോട് പറയുകയാണ്. നമുക്ക് കണ്ണുകൾ അടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് വചനം സ്വീകരിക്കാം. യേശു പ്രതിവചിച്ചു, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും, അപ്പോൾ എന്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്തു വന്ന് അവനിൽ വാസം ഉറപ്പിക്കുകയും ചെയ്യും. ഈശോയുടെ വലിയ ആവാസത്തിന് വേണ്ടി കൊതിയോടെ എല്ലാ മക്കളും ഒന്ന് പ്രാർത്ഥിച്ച്, ഈശോയെ ഈശോയെ നിന്റെ വചനം പാലിക്കും,
ഞാൻ ഈ ദിവസങ്ങളിൽ കേട്ടതൊക്കെ എന്റെ ജീവിതത്തിൽ ഒരു മാറ്റമായി വരാൻ കൃപ തരണേ, കൃപ തരണേ എന്ന് പ്രാർത്ഥിച്ചു. ഈശോയെ, എനിക്ക് മാറ്റങ്ങൾ തരണേ. വചനം പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. ഈശോയെ, ഭയപ്പെട്ടിരിക്കുന്ന മക്കളുണ്ട്. ഈശോയെ, ഉത്കണ്ഠയുള്ള ഒത്തിരി പേരെ ഈശോ പ്രത്യേകം കാണിച്ചെന്ന് പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഒത്തിരി മക്കൾക്ക് ഒരുപാട് ഉത്കണ്ഠകളുണ്ട്. മക്കളെ അതെല്ലാം ഈശോയ്ക്ക് കൊടുത്തു. ഈശോയുടെ മുമ്പിലേക്ക് നിങ്ങളെല്ലാം വെച്ചു കൊടുക്കും. നിങ്ങൾ നോക്കി നിന്നാ മതി, അവൻ പ്രവർത്തിക്കും. കർത്താവേ, അങ്ങ് പ്രവർത്തിക്കാനുള്ള സമയമായി. കർത്താവേ, കർത്താവേ, നിന്റെ മക്കളുടെ ജീവിതങ്ങളിൽ പ്രവർത്തിക്കണേ അപ്പ. നീ പ്രവർത്തിക്കാനുള്ള സമയമായി. യേശുവേ, എല്ലാ ജീവിതങ്ങളിലും പ്രവർത്തിക്കണേ. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. കർത്താവേ, എന്റെ പിതാവ് ആകർഷിച്ചാൽ അല്ലാതെ ആർക്കും എന്റെ അടുക്കലേക്ക് വരാൻ സാധിക്കുകയില്ലെന്ന് നീ പറഞ്ഞില്ലേ? പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിയോഗം അതെന്താണെങ്കിലും ഇപ്പോൾ ഒരിക്കൽ കൂടി ഈശോയുടെ കരങ്ങളിലേക്ക് വെച്ചു. എനിക്ക് ഉറപ്പുണ്ട്, നിങ്ങൾ ഈശോയുടെ സന്നിധിയിൽ വെച്ചത് ഈശോ ഏറ്റെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് സാധിച്ചു കിട്ടും, നിങ്ങൾക്കത് സാധിച്ചു കിട്ടും. കർത്താവ് അത് പറയുകയാണ്, നിങ്ങൾക്കത് സാധിച്ചു കിട്ടും. വിശ്വാസത്തോടെ നിങ്ങളുടെ മനസ്സിനോട് നിങ്ങളത് ഏറ്റെടുക്കും. കാരണം എത്രയോ ജീവിതങ്ങളിൽ എത്രയോ അനുഭവങ്ങളിലൂടെയാണ് ദൈവം ഇടപെട്ടിരിക്കുന്നത്. ഈശോയെ, നിന്റെ അടുക്കൽ നിന്ന് എങ്ങും പോകാൻ ഞങ്ങൾക്കില്ല. കർത്താവ്, എന്തിനു വേണ്ടിയാണ് നീ വിശക്കുന്നത്? ഈശോയുടെ മുമ്പിൽ ഇരിക്കുമ്പോ നിനക്ക് ആത്മീയമായ ഒരു വിശപ്പുണ്ട്. നിന്റെ ഭൗതിക ജീവിത സാഹചര്യങ്ങളിൽ ഒരു കാര്യമോർത്ത് നീ വിശക്കുക. നിനക്കത് വേണം, നിനക്കത് കിട്ടിയേ പറ്റൂ. നിന്റെ ദാഹമാണത്. കർത്താവേ, എനിക്കത് തരണേ. ഉള്ളൊരുക്കി പ്രാർത്ഥിച്ച നിങ്ങളുടെ എല്ലാവരുടെ നിയോഗങ്ങൾ ഈശോയുടെ കരങ്ങളിലേക്ക് വെക്കുക. എനിക്കിത് വേണം. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ശാഠ്യം പിടിച്ച് ഈശോയോട് നിങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവേ, ഇത് താ ഈശോയെ, ഈശോയെ, എനിക്കത് വേണം. ഈശോ, എത്രമാത്രം ഈശോയോട് ചേർന്നിരിക്കാമോ അത്രമാത്രം ഈശോയോട് ചേർന്ന് നിന്നിട്ട് പറ, കർത്താവേ, ഞങ്ങളുടെ ആരുടെ അടുക്കലേക്ക് പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ലെന്ന് നീ പറഞ്ഞില്ല. ഈശോയെ, എനിക്കിത് വേണം. എനിക്ക് നിയോഗത്തിന്റെ മേൽ നിന്റെ ഇടപെടൽ കാണണം. എന്താണെങ്കിലും നിങ്ങൾ ടാർഗറ്റ് ചെയ്ത് ഡേറ്റ് എഴുതി വെച്ച് പേര് പറഞ്ഞ് നിങ്ങളിപ്പോ പ്രാർത്ഥിച്ചു. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തട്ടെ. കർത്താവിന്റെ വചനം പറഞ്ഞില്ലേ, അവന്റെ ഇഷ്ടത്തിനനുസൃതമായി എന്തെങ്കിലും നാം ചോദിച്ചാൽ അവിടുന്ന് നമുക്ക് ചെയ്തു തരുമെന്നുള്ളതാണ് അവനിലുള്ള നമ്മുടെ ഉറപ്പ്. നമ്മുടെ ഉറപ്പ് അത് മാത്രമാണ്. അവിടെ നമ്മുടെ പ്രാർത്ഥന കേൾക്കും, അവിടുന്ന് നിറവേറ്റി തരും. നമ്മൾ ചോദിച്ചത്, നമ്മുടെ അപേക്ഷ അവിടുന്ന് കേൾക്കുന്ന നമുക്കറിയാമെങ്കിൽ നാം ചോദിച്ചത് കിട്ടിക്കഴിഞ്ഞു എന്ന് നമുക്കറിയാം. കരങ്ങൾ രണ്ടും ഉയർത്തിപ്പിടിച്ച് ഈ ലോകത്തില് ഈശോയുടെ മുമ്പിൽ നിനക്ക് ചോദിക്കാനുള്ള എല്ലാ ആവശ്യങ്ങളും ചോദിച്ചു. ഒരിക്കൽ കൂടി സ്തുതിച്ചു പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, സ്തുതിക്കുന്നു. കർത്താവേ, 16:5 കർത്താവാണ്. പ്രേം ചെയ്ത് പ്രാർത്ഥിക്കാം. സ്വീകരിച്ച് വിശുദ്ധ കുർബാനയുടെ സൗഖ്യദായകൻ എൻ വചനത്തിൻ പ്രാർത്ഥനയാ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കാം. നീ എന്നെ സൗഖ്യമാക്കും കർത്തൻ, നീ എന്റെ സൗഖ്യദായകൻ, നീ
നിൻ വചനത്തിൻ ആജ്ഞയാ നീ എന്നെ സൗഖ്യമാക്കി. നിൻ വചനത്തിൻ ആജ്ഞയാ നീ എന്നെ സൗഖ്യമാക്കി. ഈശോയ്ക്ക് നമ്മുടെ ഈ കൂട്ടായ്മയെ നമ്മളെ ഓരോരുത്തരെയും ഒത്തിരി സ്നേഹത്തോടെ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ പ്രിയപ്പെട്ട 4 വൈദികരെയും നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം. ഈ കൂട്ടായ്മയിൽ ഇതിനെ കോർഡിനേറ്റ് ചെയ്യുന്ന ലൈസം ചേച്ചിയെ പ്രത്യേകം സമർപ്പിക്കാം. ചേച്ചി ഈ ദിവസങ്ങളിൽ ഒത്തിരി ത്യാഗങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. നമുക്ക് ചേച്ചിയുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ, ഈ കൂട്ടായ്മയിൽ വന്നവർ, ഇതിനു വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിച്ചവരെല്ലാവരെയും നമുക്ക് സമർപ്പിക്കാം. ഈ ഈസ്റ്റർ ദിനത്തിലേക്ക് ഞാനും നിങ്ങളും കാലെടുത്ത് വെക്കുമ്പോൾ ഈശോ വലിയ അനുഗ്രഹങ്ങൾ, അടയാളങ്ങളെല്ലാം നമുക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളെ മുഴുവനായി ഈശോയ്ക്ക് സമർപ്പിച്ച് ഈ രാത്രിയെ സമർപ്പിച്ച് നമ്മുടെ എല്ലാം ജീവിത ലക്ഷ്യങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് എല്ലാം പൂർത്തിയാക്കാൻ ഒരു കൃപ ചോദിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമാരുണ്യത്തിന് പരിശുദ്ധ അമ്മയ്ക്ക് നമ്മളെ സമർപ്പിച്ചുകൊണ്ട് അമ്മയുടെ കരം പിടിച്ച് കൂട്ടായ്മയുടെ എല്ലാവരുടെയും കുടുംബങ്ങളെ, എല്ലാവരുടെയും ജീവിതങ്ങളെ അമ്മയുടെ കൈകളിലേക്ക് കൊടുത്ത്, അമ്മേ പൊന്നു മാതാവേ കൂട്ടായ്മയോടുകൂടെ ആയിരിക്കണമേ എന്ന് ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ പ്രിയപ്പെട്ടവരെ, 3 ദിവസം ആയിരിക്കാൻ ദൈവം തന്ന ഈ അവസരത്തിന് നന്ദി പറയുന്നു. നിങ്ങളുടെ നിയോഗങ്ങളെല്ലാം സമർപ്പിച്ച് ഈ 3 ദിനങ്ങളിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഇനിയും പ്രാർത്ഥിക്കും.